ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ കണ്ടപ്പോഴേ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായി കാണും. മസാല ദോശയാണ് ഇന്നത്തെ പുതിയ സംഭവം. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അര നാരി ഉഴുന്നും ഒരു നാരി പച്ചരിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ ഉലുവയും കൈപ്പിടി തൊമരയുമാണ് നമ്മൾ ഇനി മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് നമ്മൾ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് തന്നെ അരച്ചെടുക്കും. ഈ മാവ് 8 മണിക്കൂറെങ്കിലും പുളിക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് നമ്മളിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഫസ്റ്റ് അതാണ്. പിന്നെ കടുക് പൊട്ടിക്കണം. അതെല്ലാവരും പറയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സവാളയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു കുക്കർ ഇരിപ്പുണ്ട്. ആ കുക്കറിന് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള കിഴങ്ങാണ്. 3 കിഴങ്ങുണ്ട്. പിന്നെ നമ്മൾ 3 വിസിലടിക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പെട്ടെന്ന് വരണ്ട് വരാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട്, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് നല്ല കളറാണ്. നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നമ്മുടെ കിഴങ്ങ് നമ്മളിങ്ങനെ കുക്കറിൽ ഇട്ട് ചെയ്ത ആ കിഴങ്ങില്ലേ, നേരത്തെ കാണിച്ചു തന്നെ ആ കിഴങ്ങ് നമ്മൾ കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി ഇട്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മളിപ്പോൾ ചേർത്താൽ ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് നല്ലോണം കുഴച്ച് എടുക്കുക. അടുത്ത മസാല ദോശ തൊട്ടാലോ? മസാല ദോശ ചൂടാൻ ആദ്യം നിങ്ങൾക്ക് പാൻ കൊടുക്കാം. ഞങ്ങൾ പാൻ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ അതിൻ്റെ പകരം ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എണ്ണ തേച്ചിട്ട് നമ്മൾ വെള്ളം തളിക്കണം. ഓരോ ദോശ ഇടുമ്പോഴും നമ്മൾ എണ്ണ വെച്ചിട്ട് വെള്ളം തളിക്കണം. എന്തിനാണ് തളിക്കുന്നതെന്ന് ചോദിച്ചാൽ ചൂട് ബാലൻസ് ചെയ്യാനാണ്. അല്ലെങ്കിൽ നമ്മുടെ മസാല ദോശ കഴിഞ്ഞു പോവും. പിന്നെ നമ്മൾ ചൂടാൻ മാവ് ഉപ്പിട്ട് കലക്കി വെച്ചേക്കുന്ന മാവാണ് നമ്മൾ നൈസായിട്ട് ചൂടണം. കട്ടിയൊന്നും വരാൻ നൈസായിട്ട് ചൂടുന്നതാണ് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി നെയ്യ്, എല്ലാവരുടെ വീട്ടിൽ നെയ്യ് കാണുമല്ലോ, നെയ്യ് ഇച്ചിരി ഒന്ന് സൈഡുകളിലൊക്കെ ഇച്ചിരി ഒന്ന് തേച്ച് കൊടുക്കണം. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. പിന്നെ നല്ലോണം ഇട്ട് കൊടുത്തു. ഇത്രയൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് കൂടിയ കുറയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇത് വെന്ത് വരുന്നത് കണ്ടോ? ഇത് വെന്ത് വരുമ്പോൾ നമ്മുടെ സൈഡൊക്കെ ഇളകി വരും. അപ്പോൾ നമ്മൾ വെന്ത് വന്നപ്പോൾ നമ്മുടെ മസാല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഓർമ്മയില്ലേ, ആ മസാല നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാം, ചീൻ ചേർക്കാം. വരും നമ്മുടെ സൈഡൊക്കെ വിട്ട് വരും. അപ്പോൾ നമ്മളിത് മടക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. സ്മൂത്ത് പോലെ, തൊട്ട് വെക്കാൻ പറ്റത്തില്ല, കൈ കൊള്ളും. സ്മൂത്ത് പോലെ കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടോ. ഇതൊക്കെയല്ലേ ഗായ്സ് ഹെൽത്തി ഫുഡ്. കാണാൻ നല്ല രസമുണ്ട്, തിന്നാനും രുചിയുണ്ട്. കടയിലെ കെമിക്കൽ ചേർക്കാത്ത പോലെ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഒരു പാത്രത്തിൽ മസാല ദോശ നടുക്കിടുമ്പോൾ എൻ്റെ അമ്മോ മണം മൂക്കിലോട്ട് അടിച്ചു കയറുമ്പോൾ എന്താ ഒരു മണം. എനിക്ക് ടേസ്റ്റ് അറിയിക്കാൻ വയ്യ. കടയുടെ അതേ ടേസ്റ്റ്. പൊളി. നമ്മൾ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, ഈ പൊളിയായിരുന്നു തന്നെ.